ജയൻ ചെറിയാൻ സംവിധാനം ചെയ്ത കാബോഡിസ്കേപ്പിന് പ്രദർശനാനുമതി ലഭിച്ചു. സ്ത്രീകൾക്കെതിരെയുള്ള അശ്ലീല പരാമർശം, സ്ത്രീ സ്വയംഭോഗം ചിത്രീകരിച്ചതും സ്വവർഗ ലൈംഗികതയെ എടുത്തു കാണിക്കുന്ന പോസ്റ്ററുകളും ഗേ പരാമർശവും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് സെൻസർ ബോർഡ് സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ചിരുന്നു. എന്നാൽ സിനിമയുടെ നിരോധനം നീക്കണമെന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാൻ വേണ്ട നിയമ തടസ്സങ്ങൾ നീക്കണമെന്നുമാണ് ജസ്റ്റിസ് പി സുരേഷ് കുമാർ പ്രസ്താവിച്ചത്. റിവൈസിംഗ് കമ്മിറ്റിയാണ് ചിത്രത്തിന് സർട്ടിഫിക്കേഷൻ നൽകാനാകില്ലെന്ന് പറഞ്ഞ് സംവിധായകനെ അറിയിച്ചത്. കാബോഡിസ്കേപ്പ് ഹിന്ദുമതത്തെ അവഹേളിക്കുന്നതും ഹിന്ദു ദൈവങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നതുമാണെന്ന് ബോർഡ് സംവിധായകന് നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നു. സ്ത്രീ സ്വയംഭോഗവും സ്വവർഗ ലൈംഗികത ചിത്രീകരിച്ചിരിക്കുന്നതും ചിത്രം മുഴുവനായി നിരോധിക്കാൻ കാരണമല്ല, മറിച്ച് പ്രദർശനാനുമതി നിഷേധിക്കാനായി പറയുന്ന ഭാഗങ്ങൾ ഒഴിവാക്കുകയോ രൂപമാറ്റം വരുത്തുകയോ ചെയ്യാമെന്നും കോടതി വ്യക്തമാക്കി. പപ്പിലിയോ ബുദ്ധ എന്ന ചിത്രത്തിന് ശേഷം ജയൻ ചെറിയാൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കാബോഡിസ്കേപ്സ്. ശരീരം, ലൈംഗികത, ആക്ടിവിസം എന്നിവയെ സമകാലീന രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുന്ന സിനിമയാണ് കാബോഡിസ്കേപ്സ്. കേരളത്തിൽ പോയ വർഷമുണ്ടായ പുതുതലമുറ സമരങ്ങളും അവയുടെ ഭാവിയും സിനിമ ചർച്ച ചെയ്യുന്നു. ചുംബന സമരം, നിൽപ്പ് സമരം തുടങ്ങിയവയും സ്ത്രീകൾ ജോലിയിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളുമെല്ലാം സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.